ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഇന്ന് അപ്പാനി വളരെ മാന്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ അനുമോളടുത്ത് പറയുന്നുണ്ട്. നീ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ വന്ന് നിന്റെ അടുത്ത് ഫുഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തികയില്ല എന്നുണ്ടെങ്കിൽ അത് പറയുന്നതിനൊരു രീതി ഉണ്ടല്ലോ. ഓക്കെ, നീ ഇപ്പോൾ പോയിട്ട് വാ, ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ ബാലൻസ് ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാം എന്നൊരു സോഫ്റ്റായിട്ട് നമുക്ക് പറയാം. പക്ഷേ നീ സംസാരിക്കുന്ന രീതി ശരിയല്ല. നീ ഇതാ ഇപ്പം തന്നെ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നീ എടുത്തടിച്ച പോലെയാണ് മറുപടി പറയുന്നത്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. കുറച്ച് സോഫ്റ്റായിട്ട് പതിയെ മര്യാദയ്ക്ക് സംസാരിക്കാമല്ലോ. അതില്ലേ, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. എന്നെ നിങ്ങളാണ് ഇങ്ങനെ ആക്കിയത്, നിങ്ങൾ എന്നെ കരയിപ്പിക്കാൻ നോക്കിയില്ലേ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മിണ്ടാതെ ഒരു പാവം പോലെ ഇവിടെ വന്നിരുന്നപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്നെ കരയിപ്പിക്കാൻ നോക്കിയതല്ലേ. എൻ്റെ പൊന്നെ എന്തുവാടേ ഇത്. ഈ അനു ഇല്ലേ, ഈ അനുവിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ. സീരിയസ്ലി, അനുവിനെ മറ്റുള്ളവർ ബുള്ളി ചെയ്യുന്നു, അല്ലെങ്കിൽ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്നു, അതൊക്കെ ശരിയാണ്, അത് തെറ്റുമാണ്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇനി അനുവിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരാൾ മര്യാദയ്ക്ക് വന്നിരുന്ന ഒരു കാര്യം അടുത്തിരുന്ന് സംസാരിച്ചാൽ ഒടുക്കത്തെ മൊടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ മൊടയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇമാതിരി മൊട കാണിക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. മര്യാദയ്ക്കും സംസാരിക്കാൻ പഠിക്കണം. അന്ന് റെന ഫാത്തിമ ഫുഡ് ചോദിച്ച സമയത്ത് റെന അതുവരെ പട്ടിയെന്നും മറ്റേന്നൊക്കെ വിളിച്ച് അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യായിരുന്നു. ഏതൊരു മനുഷ്യനാണെങ്കിലും അത് ഇഷ്ടപ്പെടില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഫുഡ് വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കണം. ഇപ്പോൾ തരാം, കുറച്ച് നോക്കട്ടെ, എല്ലാവർക്കും കൊടുക്കട്ടെ, ബാലൻസ് ഉണ്ടെങ്കിൽ തരാം എന്ന് പറയാനുള്ളൊരു മര്യാദയുടെ ഭാഷയുണ്ട്. ഈ മര്യാദ എന്ന് പറയുന്നത് അനുമോളുടെ അടുത്തൂടെ പോയിട്ടില്ല. മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, ഈ തൊട്ടേനും പിടിച്ചേനും ഒക്കെ പോയിരുന്ന് കരഞ്ഞ് പിഴിഞ്ഞിട്ട് മാത്രം കാര്യമൊന്നുമില്ല. മറ്റുള്ളവരോട് പെരുമാറാൻ പഠിക്കണം. അത് പെരുമാറാതെ വരുമ്പോഴെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയാനേ നേരം കാണും. ഈ വന്നിരിക്കുന്ന എല്ലാവരും അവിടെ അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാണ്, ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഓവറെ നമ്മൾ മറ്റേ ഷോ ഓഫ് കാണിച്ചാൽ അതെല്ലാവർക്കും പിടിക്കത്തില്ല. ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ സഹിച്ചാൽ മതി എന്ന് വെച്ചാൽ നമ്മളും ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കേണ്ടി വരും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.